ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ രണ്ട് ഫാമിലീസിൽ നിന്ന് ആരാണ് ഇന്നത്തെ ദിവസം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കാണാൻ പോവാന്ന് അറിയാനുള്ള സമയമാണ്. അപ്പോ നമുക്ക് നമ്മുടെ ജഡ്ജിനെ വിളിക്കാം അല്ലേ? മിയ വരൂ. യെസ്, അപ്പൊ മിയ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ മത്സരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ മൊത്തം എപ്പിസോഡ് എനിക്ക് തോന്നുന്നു വളരെ ഫണ്ണായിരുന്നു. അല്ലെ, നമ്മൾ പലതരത്തിലുള്ള എന്റർടൈൻമെന്റ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെരി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് ഫാമിലി മെമ്പേഴ്സും എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പാർട്ടിസിപ്പേഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നല്ല കളർഫുൾ ആയിട്ട് പോയത്. പക്ഷേ നമുക്ക് നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഈ ജേർണിയിൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അങ്ങനെ ചില ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. എന്തായാലും രണ്ട് ഫാമിലീസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂർ മല്ലൂസ് ആൻഡ് പയ്യന്നൂർ സിസ്റ്റേഴ്സ്, പ്ലീസ് വെൽക്കം. ഓക്കെ മിയ, അപ്പൊ നമ്മുടെ രണ്ട് ഫാമിലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പറയാം എന്താണ് ഇന്നത്തെ വിധി നിർണയം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഈ രണ്ട് ഫാമിലീസും കൂടെ ഒരുമിച്ചുള്ള ഈ ഒരു കോമ്പറ്റീഷൻ വളരെ ഫണ്ണായിരുന്നു, വളരെ എന്റർടൈനിങ് ആയിരുന്നു. സോ എനിക്കും ഡിഫിക്കൽട്ടായിരുന്നു ഇതിന്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. കാരണം കട്ടക്ക് നിൽക്കുന്നതെന്ന് പറയില്ലേ, അതായത് ഇപ്പോ ഇങ്ങനെ ഓരോരോ ഫാക്ടേഴ്സ് ഇങ്ങനെ ആലോചിക്കുമ്പോഴും ഒരു പൊടിക്കൊക്കെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ട് കട്ടക്ക് നിൽക്കുന്ന ഫാമിലീസിൽ നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഡ്യൂട്ടി എന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ഡിസിഷൻ എടുക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും കുറെ ആലോചനയ്ക്കും ഡിസ്കഷനും ഒക്കെ ശേഷം ഞാൻ ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടു കൂട്ടരും അത് കൂളായിട്ട് തന്നെ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കൂട്ടർക്കല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സൂപ്പർ ഫാമിലിയുടെ അതെ, സൂപ്പർ ഫാമിലിയുടെ സൂപ്പർ ഫൺ ജേർണിയിൽ നമ്മളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് പയ്യന്നൂർ സിസ്റ്റേഴ്സ്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ് പയ്യന്നൂർ സിസ്റ്റേഴ്സ്. നിങ്ങള് ഔട്ടായി എന്നല്ല, നിങ്ങളിപ്പോ ഉള്ളത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നിങ്ങളിവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാവാൻ തന്നെ കാര്യമുള്ളത് വളരെ ചെറിയൊരു മാർജിനിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയൊരു മാർജിൻ ആണെങ്കിൽ നമുക്ക് ഈസിലി ഒരാളെ ഇന്നാക്കാം, ഒരാളെ ഔട്ടാക്കി വിടാം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു മാർജിൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷനിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാക്കിയിട്ടുള്ളത്. രണ്ടുപേരും ഈക്വലി ഗുഡാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിന് പുറത്താണ് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാംഗ്ലൂർ മല്ലൂസിന് ഒരു സ്നേഹ സമ്മാനം കൊടുക്കാനുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഒരു ചെറിയ സമ്മാനമുണ്ട്, അത് ഞാൻ എടുത്തിട്ട് തരാം. ഓക്കെ, ആദ്യം നമ്മുടെ പയ്യന്നൂർ സിസ്റ്റേഴ്സിനെ നമ്മൾ ഒരു പൂച്ചെണ്ട് കൊടുത്ത് വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം ടു സൂപ്പർ ഫാമിലി. യെസ്, ഇനി നമ്മുടെ ബാംഗ്ലൂർ മല്ലൂസിനുള്ള സ്നേഹ സമ്മാനം. ബാംഗ്ലൂർ മല്ലൂസിന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. ബാംഗ്ലൂർ മല്ലൂസ് ഫാമിലിക്ക് ഫാമിലി വെഡിങ് സെന്ററിന്റെ ഗിഫ്റ്റ്.